മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. 139.90 അടിയാണ് ഇപ്പോൾ നിലവിലെ ജലനിരപ്പ്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ കാരണമായത്. 142 അടിയാണ്. നിങ്ങൾക്കറിയാം പരമാവധി സംഭരണ ശേഷി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിൽ ചേരുന്നു. രാഹുൽ വിജയൻ, പറയൂ. SKN മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കാര്യമായ മഴയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ ഭാഗമായിട്ട് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. 3000-ഓളം ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിനനുസരിച്ച് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1867 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോയിരുന്നു. പക്ഷേ അത് 300 ഘനയടിയാക്കി ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ജലനിരപ്പ് ഉയരാനുള്ളൊരു കാരണം. മാത്രമല്ല സുപ്രീം കോടതി നിജപ്പെടുത്തിയിരിക്കുന്ന പരമാവധി സംഭരണശേഷി മുല്ലപ്പെരിയാറിൽ 142 അടിയാണ്. ഈ അളവിലേക്ക് ജലനിരപ്പ് എത്തിക്കുക എന്നുള്ളത് തമിഴ്നാടിന്റെ ഒരു പ്രഖ്യാപിത നയം കൂടിയാണ്. കാരണം സുപ്രീം കോടതിയിൽ പലതരത്തിലുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ 142 അടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ആ അളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തമിഴ്നാട് കൊണ്ടുപോകുന്നതിന്റെ അളവ്, വെള്ളത്തിന്റെ അളവ് ഒരുപക്ഷെ കൂട്ടിയേക്കാം. മാത്രമല്ല അതിലും കവിഞ്ഞ് പിന്നെയും വെള്ളം വരികയാണെങ്കിൽ പെരിയാറിലേക്ക് ഒഴുക്കുന്ന ഒരു നടപടി സ്വീകരിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മുല്ലപ്പെരിയാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.